ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോ ഓപ്പറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ്. കോ ഓപ്പറേഷനും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഓർഗനൈസേഷനാണ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ്? എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്ന് നമുക്ക് നോക്കാം. എ പാർട്ട്ണർഷിപ്പ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് ഫോർ ദി പേർപ്പസ് ഓഫ് ജോയിൻറ്റ്ലി കണ്ടക്ടിങ് എ ബിസിനസ്. രണ്ടോ അതിലധികമോ വ്യക്തികൾ കൂടിച്ചേർന്ന് ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ ഫോം ചെയ്യുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് വിളിക്കുന്നത്. A partnership is the relation which subsists between persons associated with a view to making profit. In this form, two or more persons combine their resources and pool their talent to run their business. എന്താണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ട്, അതായത് അവരുടെ റിസോഴ്സസ് ആയാലും ശരി, അതുപോലെ അവരുടെ ടാലൻ്റ് ആണെങ്കിലും ശരി, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് കൊണ്ട് ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിൻ്റെ മുകളിൽ ഫോം ചെയ്യുന്ന ഒരു അസോസിയേഷനെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് വിളിക്കാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും കോപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 8 ഡിഫറൻസുകളാണ് ഇത് തമ്മിലുള്ളത്. ഓരോന്നും എന്താണ് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റ് പറഞ്ഞത് മെമ്പർഷിപ്പാണ്. The term partnership refers to the type of business on which a limit is imposed by law regarding the number of partners constituting it. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എത്ര പാർട്ട്നേഴ്സ് ആണ് മെമ്പറായിട്ട് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലോയുടെ അടിസ്ഥാനത്തിൽ ലിമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. In India, under the provisions of Indian Partnership Act 1932, the limit for a banking concern is 10, while for other line of business it is 20. അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അനുസരിച്ചാണ്. ഈ ആക്ട് പ്രകാരം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ മിനിമം എത്ര പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ മാക്സിമം എത്ര പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ അവിടെ 10 ആണ് മെമ്പേഴ്സിൻ്റെ എണ്ണം പറയുന്നത്, മാക്സിമം 10 ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മറ്റു ബിസിനസ് ആണെങ്കിൽ, മറ്റ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ 20 ആണ് അവർ ലിമിറ്റ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതേസമയം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്താണ്? ലോ ഡസ് നോട്ട് റെസ്ട്രിക്ട് ദ സൈസ് ഓഫ് മെമ്പർഷിപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിൽ ഇത്ര മെമ്പേഴ്സിന് മാത്രമേ മെമ്പർ ആവാൻ പാടുള്ളൂ എന്നുള്ള ഒരു ലിമിറ്റ്, ഒരു റെസ്ട്രിക്ഷൻ എവിടെ ഇല്ല? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇല്ല. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് എടുക്കാം. അതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നെക്സ്റ്റ്, സെക്കൻഡ് വൺ ഈസ് ക്യാപിറ്റൽ. A partnership usually arises fund from among its members. It is difficult for a partnership either to raise loan from a financial institution or to attract deposit from the public. Therefore, its capital is limited. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, അല്ലേ? ലിമിറ്റഡ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് അവരുടെ മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാത്രമാണ്. ഇപ്പം 4 പാർട്ട്നേഴ്സ് ചേർന്ന് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ആ 4 പാർട്ട്നേഴ്സും കൂടി ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? ആ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അല്ലാതെ മറ്റ് സോഴ്സസിൽ നിന്നും, ബാങ്കുകൾ പോലുള്ള മറ്റ് സോഴ്സസുകളിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല? അവർ ഫണ്ട് റേസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവർ പാർട്ട്നേഴ്സ് തന്നെ എന്ത് ചെയ്യുന്നു? അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ റേസ് ഫണ്ട് ഫ്രം among its members and നോൺ മെമ്പേഴ്സ് ബൈ വേ ഓഫ് ഷെയർസ് ആൻഡ് ഡിപ്പോസിറ്റ്. അതായത് ഇവർ 2 രീതിയിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ മെമ്പർഷിപ്പ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റ് നോൺ മെമ്പേഴ്സ് അല്ലെങ്കിൽ പബ്ലിക് അല്ലെങ്കിൽ ബാങ്ക് പോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നോ അല്ലെങ്കിൽ ഷെയർ
വഴിയോ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് എക്സിസ്റ്റൻസ്. Partnership for do not have a separate existence of their own in isolation of the partners forming it. Partners and partnership are treated as one for legal purpose. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണ്. സ്വന്തമായിട്ടൊരു നിലനിൽപ്പ് എന്തിനില്ല, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനില്ല. നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ പ്രത്യേകത എന്താണ്, കമ്പനി ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അല്ലേ. കമ്പനിക്ക് സ്വന്തമായിട്ട് നിലനിൽപ്പുണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ, സ്വന്തമായിട്ട് കോമൺ സീലുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്നല്ലേ. എന്നാൽ അതേസമയം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് എന്തില്ല എന്നാണ് പറയുന്നത്, സ്വന്തമായിട്ട് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ്, അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ലോയുടെ കണക്കനുസരിച്ച് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും അതിലുള്ള പാർട്ട്നേഴ്സും ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുള്ളൂ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉള്ളൂ എന്നുള്ളതാണ്. അതായത് പാർട്ട്നേഴ്സും പാർട്ട്ണർഷിപ്പും ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. പാർട്ട്നേഴ്സ് ഇല്ലാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് എന്തില്ല, നിലനിൽപ്പില്ല. എന്നാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, ഇറ്റ് ഹാസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിലനിൽപ്പുള്ള ഒരു സ്ഥാപനമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദ മെമ്പേഴ്സ് ആൻഡ് ദ സൊസൈറ്റി ആർ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ഇൻ ദ ഐസ് ഓഫ് ലോ. അവിടെ എന്താണ്, നിയമത്തിൻ്റെ കണ്ണിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതിലെ മെമ്പേഴ്സും എന്താണ്, ഡിഫറെൻ്റ് ആണ്. രണ്ടും ഒന്നായിട്ടല്ല കണക്കാക്കുന്നത്. മെമ്പേഴ്സിനെ കൂടാതെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്തുണ്ട്, സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് കണ്ടിന്യൂറ്റി. എ പാർട്ട്ണർഷിപ്പ് ഈസ് ഡിസോൾവ്ഡ് അണ്ടർ സർട്ടൺ സിറ്റുവേഷൻസ് such as partner's death, his insolvency, retirement of partners, etc. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് പാർട്ട്നേഴ്സ് ആരെങ്കിലും മരണപ്പെടുകയോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് റിട്ടയർമെൻറ്റ് ഉണ്ടാവുകയോ ഏതെങ്കിലും പാർട്ട്നേഴ്സ് ഇൻസോൾവെൻ്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ത് ചെയ്യണം, ഡിസോൾവ് ചെയ്യണം. ഇപ്പം 4 പാർട്ട്നേഴ്സ് ചേർന്നിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അതിലേതെങ്കിലും ഒരു പാർട്ട്ണർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് അവരെന്ത് ചെയ്യുന്നു, അവസാനിപ്പിക്കണം, ഡിസോൾവ് ചെയ്യണം. കാരണം എന്താണ്, 4 പാർട്ട്നേഴ്സും കൂടി എഴുതി തയ്യാറാക്കിയിട്ടുള്ള കോൺട്രാക്റ്റ് പ്രകാരമാണ് ആ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിന് അവിടെ വാല്യൂ നഷ്ടപ്പെടുകയാണ്. അവർക്ക് വീണ്ടും ബിസിനസ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം, ബാക്കിയുള്ള 3 ആളുകൾ ചേർന്ന് പുതിയൊരു കോൺട്രാക്റ്റ് തയ്യാറാക്കി ബിസിനസ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എന്നാൽ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് എന്താണ്, സൊസൈറ്റി ഈസ് നോട്ട് ലിക്വിഡേറ്റഡ് വിത്ത് ദ വിഡ്രോവൽ ഓർ സപ്പോർട്ട് ഫ്രം ദ ഫ്യൂ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള വിഡ്രോവൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഡെത്തോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിഡ്രോവൽ മെമ്പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു കാരണവശാലും കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ലിക്വിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് മാനേജ്മെൻ്റ് ആണ്. The activities of a partnership are carried on by the partners themselves. It has no elected body in the form of a management board to handle its business. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത് ആരാണ്, പാർട്ട്നേഴ്സാണ്. അല്ലാതെ അവിടെ ഒരു മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് മാനേജറെയോ അല്ലെങ്കിൽ ബോർഡിനെയോ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഇലക്ട് ചെയ്യുന്നില്ല. എത്ര പാർട്ട്നേഴ്സാണോ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ളത് ആ എല്ലാ പാർട്ട്നേഴ്സും അവിടുത്തെ മുതലാളിമാരുമാണ്, അതേപോലെ തന്നെ അവിടുത്തെ തൊഴിലാളികളുമാണ് അല്ലേ. അപ്പം പാർട്ട്നേഴ്സ് തന്നെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് മാനേജ് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ഒരു ബോർഡിനെ അവർ ഇലക്ട് ചെയ്യുന്നില്ല. എന്നാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, നമ്മൾ പഠിച്ചു, അവിടെ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട് അല്ലേ. ഇലക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഈസ് ഇൻ ചാർജ് ഓഫ് മാനേജ്മെൻറ്റ് അഫയേഴ്സ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട് ചെയ്യുന്നുണ്ട്. ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ആ സൊസൈറ്റിയിലെ മാനേജീരിയൽ അഫയേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആരാണ്, ഈ ഒരു ബോർഡാണ് അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിയാണ് എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് സീക്രസി. The business activities of the partnership are handled with secrecy with a view to maintaining the business secret.
അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സീക്രസിയാണ്, വളരെ സീക്രട്ട് ആയിട്ടാണ് അല്ലേ, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും പല ഇൻഫർമേഷൻസുകളും അവരെന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും പബ്ലിക്കിൻ്റെ മുന്നിൽ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. വളരെ സീക്രട്ട് ആയിട്ട് തന്നെയാണ് അവർ ആ ബിസിനസ്സിലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിസിറ്റി ഈസ് ദ റോൾ ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. ദേ ഡു നോട്ട് ബിലീവ് ഇൻ കീപ്പിംഗ് സീക്രട്ട്. ദർ ആക്ടിവിറ്റീസ് ആർ ഓപ്പൺ ടു ദ പബ്ലിക്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒന്നും എന്ത് ചെയ്യാനില്ല, ഒളിച്ചു വെക്കാനില്ല എന്നുള്ളതാണ്. അവർ ഓപ്പൺ ആണ്. സൊസൈറ്റിയുടെ മുന്നിൽ, പബ്ലിക്കിൻ്റെ മുന്നിൽ അവരുടെ ഓരോ ആക്ടിവിറ്റീസും അവർ ഓപ്പൺ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. പബ്ലിസിറ്റിക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, സീക്രസിക്ക് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് പ്രോഫിറ്റ്. Profit are shared among partners in terms of contract signed by them at the time of the partnership was established. It does not have a fixed criteria about them. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ അവരെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു കോൺട്രാക്റ്റ് എഴുതി തയ്യാറാക്കുന്നുണ്ട് അല്ലേ. ആ കോൺട്രാക്റ്റിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഫിക്സഡ് ക്രൈറ്റീരിയ എന്തിനില്ല, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷന് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ദർ ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് ക്രൈറ്റീരിയ ഫോർ ദ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് ദ മെമ്പേഴ്സ്. എന്നൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി മുൻകൂട്ടി തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യുന്നുണ്ട്. ലാഭം ഉണ്ടായാൽ അത് എങ്ങനെയാണ് ചെലവാക്കേണ്ടത്, ലാഭത്തിൻ്റെ ഒരു പങ്ക് സൊസൈറ്റിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം, അതിൻ്റെ മറ്റൊരു പങ്ക് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് ലയബിലിറ്റി. എങ്ങനെയാണ് ഈ സ്ഥാപനങ്ങളുടെ ബാധ്യത വരുന്നത് എന്നുള്ളതാണ്. ഇൻ എ പാർട്ട്ണർഷിപ്പ് ദ ലയബിലിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ് ഈസ് അൺലിമിറ്റഡ്. ദ പാർട്ട്നേഴ്സ് ആർ ജോയിൻ്റ്ലി ആൻഡ് സെവറലി റെസ്പോൺസിബിൾ ഫോർ ദ ഡെത്ത് ഓഫ് ദി പാർട്ട്ണർഷിപ്പ്. ഡെപ്ത് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഓരോ കടങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ചെലവുകൾക്കും ആര് ബാധ്യസ്ഥരാണ്, പാർട്ട്നേഴ്സ് ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് അല്ലേ. അതായത് പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാകുന്ന എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. പാർട്ട്നേഴ്സ് തന്നെയാണ് അവിടെ മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ലാഭമായാലും ശരി, നഷ്ടമാണെങ്കിലും ശരി, കടബാധ്യതകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈക്വലായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ബാധ്യത ഒരിക്കലും എന്തല്ല, ലിമിറ്റഡ് അല്ല. ഒരാൾ ഇത്ര ബാധ്യത മാത്രം സഫർ ചെയ്താൽ മതി എന്നുള്ളത് ഒരു പാർട്ട്ണർഷിപ്പിൽ വരുന്നില്ല. എന്താണ് ആ ഒരു ബിസിനസ്സിൻ്റെ നിലവാരം, എത്ര ഡെപ്താണ്, കടമാണ് അവർക്കുള്ളത്, അത് അവരെന്ത് ചെയ്യണം, പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് തന്നെ സഫർ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ മോഡേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി ആർ ജനറലി ഓർഗനൈസ്ഡ് ആസ് ലിമിറ്റഡ് ലയബിലിറ്റി കൺസേൺ. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രത്യേകിച്ച് മോഡേൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സിൻ്റെ ബാധ്യത എന്ന് പറഞ്ഞത് എന്താണ്, ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് partnership.